ലോഡ്ജിൽ യുവതിയും യുവാവും മരിച്ച നിലയിൽ. നടന്നത് അരും കൊല. നിർണായക തെളിവുകൾ. സ്ത്രീയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തിയ ശേഷം മധ്യവയസ്കൻ തൂങ്ങി മരിച്ചു. തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ലോഡ്ജിൽ സ്ത്രീയെയും മധ്യവയസ്കനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. സ്ത്രീയെ കഴുത്തറുത്ത് കൊന്ന ശേഷം മധ്യവയസ്കൻ ജീവനൊടുക്കുകയായിരുന്നു. പേയാട് സ്വദേശികളായ C. കുമാരൻ, ആശ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആശയെ കാണാനില്ലെന്ന് കാട്ടി ഭർത്താവ് കഴിഞ്ഞ ദിവസം പോലീസിൽ പരാതി നൽകിയിരുന്നു. ആശയെ കഴുത്തറുത്ത് കൊന്ന ശേഷം കുമാരൻ ജീവനൊടുക്കുകയായിരുന്നുവെന്നും വിശദമായ അന്വേഷണം നടത്തുമെന്നും DCP കാർത്തിക് റെഡ്ഡി പറഞ്ഞു. കൈരളി ടെലിവിഷൻ ചാനലിൽ പ്രൊഡക്ഷൻ അസിസ്റ്റന്റായ C. കുമാരന് 2 ദിവസം മുമ്പാണ് തമ്പാനൂർ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ടൂറിസ്റ്റ് ഫോമിൽ മുറിയെടുത്തത്. ഇന്നലെ രാവിലെ ആശയെ വിളിച്ചു വരുത്തുകയായിരുന്നു. പാങ്ങോട് സൈനിക ക്യാമ്പിൽ താൽക്കാലിക ജീവനക്കാരിയാണ് ആശ. രാവിലെ മുറി വൃത്തിയാക്കുന്നതിനായി ജീവനക്കാർ പലതവണ മുട്ടിവിളിച്ചിട്ടും പ്രതികരണമുണ്ടായില്ല. ഇതോടെ ജീവനക്കാർ തമ്പാനൂർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി 3-ാം നിലയിലെ മുറിയുടെ കതക് ചവിട്ടിപ്പൊളിച്ചാണ് അകത്ത് കടന്നത്. കഴുത്തറുത്ത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിൽ കട്ടിലിന് സമീപത്താണ് ആശയുടെ മൃതദേഹം കണ്ടെത്തിയത്. കുമാരനെ മുറിക്കുള്ളിൽ തൂങ്ങി മരിച്ച നിലയിലും കണ്ടെത്തി. കുമാരന്റെ കൈത്തണ്ടയിലെ ഞരമ്പ് മുറിച്ചിട്ടുണ്ട്. മുറിയിൽ നിന്ന് കൊലയ്ക്ക് ഉപയോഗിച്ചെന്ന് കരുതുന്ന കത്തി കണ്ടെടുത്തു. പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മുറിയിൽ മൽപ്പിടുത്തം നടന്നതായി വ്യക്തമാക്കുന്ന തെളിവുകൾ ലഭിച്ചു. ഇരുവരും തമ്മിൽ അടിയുണ്ടായെന്നാണ് പോലീസ് നിഗമനം. ആശയുടെ ശരീരത്തിൽ ക്ഷതമേറ്റ പാടുകളുണ്ട്. ഇന്നലെ രാത്രിയാണ് കൊലപാതകം നടന്നതെന്നാണ് പോലീസിന്റെ നിഗമനം. ഫോറൻസിക് സംഘം മുറിക്കുള്ളിൽ വിശദ പരിശോധന നടത്തി. കുമാറിന്റെ ദേഹത്തും മുറിവുണ്ട്. 2 കൊല്ലം മുമ്പ് വിവാഹമോചനം നേടിയ വ്യക്തിയാണ് കുമാർ. ആശ 2 കുട്ടികളുടെ അമ്മയായ വീട്ടമ്മയും. കുമാറിനും ആദ്യ ഭാര്യയിൽ മക്കളുണ്ട്. ആശ കുമാറുമായി കുറച്ചു കാലമായി സൗഹൃദത്തിലായിരുന്നുവെന്നാണ് സൂചന. 2 പേരുടെയും വീട് ഒരേ മേഖലയിലെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരവും.